എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുമെന്ന് പല സമയങ്ങളിലും ദൈവം നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്നൊരു ചോദ്യം ഉയരുന്നെങ്കിൽ അല്പസമയം ഈ ചെറു സന്ദേശം ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുമെന്ന് പല ദേവദാസന്മാരിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവം എന്നോട് സംസാരിച്ചിട്ടും ഇതുവരെ ആയിട്ടും ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നിരാശയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അവസാനം ഇതൊന്നും നടക്കുകയില്ല എന്ന ചിന്ത നമ്മെ ഭരിക്കുവാനും നാം അത് പറയുവാനും തുടങ്ങും. അതുകൊണ്ട് പലപ്പോഴും നാം തന്നെ നമ്മുടെ വാക്കുകളാൽ ദൈവിക വാഗ്ദത്തങ്ങളെ ക്യാൻസൽ ചെയ്യുവാനും സാഹചര്യങ്ങൾ ഉടലെടുത്തു എന്ന് വരാം. അതുകൊണ്ട് തന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് എതിരെ ഒരു വാക്കുപോലും നാം പറയരുത്. മറിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറയുവാൻ തുടങ്ങണം. അത് ജീവിതയാത്രയിൽ കൈവിടാതെ കൂടെയുള്ള ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ മുഖാന്തരങ്ങളെ ഒരുക്കും. ദൈവമക്കളുടെ വാക്കുകൾ നിവർത്തിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ ദൂതന്മാർ കാതോർത്ത് നിൽക്കുകയാണ് എന്ന് മറന്നു പോകരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇന്ന് എങ്കിലും എന്ന പദത്തിന് മുമ്പേ നമുക്ക് മറ്റൊരു വാക്യം കാണുവാൻ കഴിയും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് എങ്കിൽ ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും പ്രിയദൈവത്തിലെ നിങ്ങൾ ഭാരപ്പെടേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സാധ്യതകളോ സാഹചര്യങ്ങളോ അല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്, മറിച്ച് നിങ്ങളോട് കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ് എന്ന് ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കുഴിയിൽ ചാടിക്കുന്നവർ ഒത്തിരി പേരുണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വരുമ്പോൾ നിങ്ങളെ ഉയർത്തുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന, ജീവിതയാത്രയിൽ എല്ലാ കാലവും കൂടെയിരിക്കുന്ന, നിത്യതയിലേക്ക് നിങ്ങളെ ഒരുക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. എല്ലാവരും നമ്മുടെ മരണത്തോടെ നമ്മെ വേർപിരിഞ്ഞു പോകുമ്പോൾ നിത്യതയിലും ദൈവത്തോട് കൂടെയുള്ളൊരു വാസമാണ് പ്രിയദൈവത്തിലെ നമുക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നാം പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കലണ്ടറിലുള്ള സമയമാണ്. ക്രോണോസ് നാം അളക്കുന്ന, നമുക്കറിയുന്ന, നമുക്ക് മനസ്സിലാകുന്ന സമയം. സെക്കൻഡുകൾ, മിനിറ്റുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ എന്നിങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന സമയത്തെ ക്രോണോസ് എന്ന് നാം വിളിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സമയം എന്നതിന് ഉപയോഗിക്കുന്ന പദം കൈറോസ് എന്ന തക്ക സമയം. ഒരു കാര്യം പ്രവർത്തിക്കുവാൻ നിശ്ചയിച്ച സമ്പൂർണമായ കൃത്യമായ സമയം. നാം പലപ്പോഴും നമ്മുടെ സമയത്തിൽ നിന്നുകൊണ്ട് ദൈവസമയത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ന് വാക്കു പറഞ്ഞ ദൈവം ഒരിക്കലും വാക്കു മാറുകയില്ല. തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം നാം അനുഭവിച്ചറിയണമെങ്കിൽ എന്റെ യേശു എന്നെ കൈവിടുകയില്ല എന്ന ഒരു ഉറപ്പുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും കൈവിടാതെ കൂടെയിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നത്. എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോഴും, എല്ലാവരാലും കൈവിടപ്പെടുമ്പോഴും ഒരു കാര്യം ഉറക്കണം, വാക്കു പറഞ്ഞ ദൈവം വാഗ്ദത്തം നിവർത്തിക്കുമെന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയം അടുത്തു വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന പശ്ചാത്തലം എന്തായിരുന്നു? ഇസ്രായേൽ മക്കൾ സുഖത്തിലും സന്തോഷത്തിലുമായിരുന്നോ? അല്ല, അവർ യോസെഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവിന്റെ കീഴിൽ കഠിനമായ അടിമത്വത്തിലായിരുന്നു. അവരുടെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ച കഠിനമായ പീഡയുടെ സമയം. മാനുഷികമായി നോക്കുമ്പോ അത് വാഗ്ദത്തത്തിന്റെ സമയമല്ല, മറിച്ച് നാശത്തിന്റെ സമയമാണ്. ഇന്നലെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ഇന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി ദൈവിക വാഗ്ദത്തങ്ങളെ ഒരിക്കലും അളക്കരുത്. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അവനില്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ഏത് സാഹചര്യങ്ങളാണെങ്കിലും ആ സാഹചര്യങ്ങളുടെ നടുവിലും ഈ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പദ്ധതിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി യേശുവേ നന്ദി എന്നൊന്ന് പറയാൻ പറ്റുമോ? എന്റെ ജീവിതയാത്രയിൽ ഞാൻ ഇനി ദൈവിക നന്മകൾ കാണുമെന്നൊന്ന് പറയാൻ പറ്റുമോ? പീഡനം ഏറ്റവും കഠിനമായപ്പോ ഇസ്രായേൽ ജനം വർദ്ധിച്ചു പെരുകിയെന്ന് നാം അവിടെ കണ്ടു. ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തി ഏത് കഷ്ടതയുടെ നടുവിലും സംഭവിക്കാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വരികളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവത്തിലെ, വീണ്ടും 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 ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്
ഒരു സാഹചര്യവും നോക്കി നിങ്ങളുടെ ഭാവി തീർന്നു എന്ന് നിങ്ങൾ പറയരുത്. ഏത് സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതെ, നിങ്ങളെ മൂടി വെക്കുവാൻ, ചവിട്ടിത്താഴ്ത്തുവാൻ, എല്ലാ സാധ്യതകളും അടച്ചു കളവാൻ എല്ലാവരും ശ്രമിച്ചു എങ്കിലും ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നിങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പുറത്തു വരും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതെ, ദൈവത്തിന്റെ മഹത്വം വഹിക്കാനാ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. അബ്രഹാം അസാധ്യതകളുടെ നടുവിൽ 25 വർഷക്കാലം വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ദൈവ ശബ്ദം കേട്ട് ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന് ചോദിക്കുന്ന പ്രിയ ദൈവവേദലേ, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, ഈ ദൈവം ഒരിക്കലും വാക്കു മാറുകയില്ല. തീർച്ചയായും ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ദൈവം കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള കാത്തിരിപ്പിന് പകരം ദൈവം നമ്മോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിവർത്തിക്കുവാൻ സാഹചര്യങ്ങളെ നോക്കി ഒരിക്കലും നാം വിലയിരുത്തരുത്. സാഹചര്യങ്ങളല്ല ഇത് സംഭവ്യമാക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ദൈവശക്തിയിൽ നാം ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പ്രിയ ദൈവത്തിലെ യോസഫിന്റെ ജീവിതം നാം എടുത്തു നോക്കുമ്പോൾ അനീതിയുടെ 13 വർഷത്തെ കാത്തിരിപ്പ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവം തന്നെ കാണിച്ച ദർശനം സ്വന്തം സഹോദരന്മാരോട് പറയുക നിമിത്തം ആ ദർശനം ഒരിക്കലും നടക്കാതിരിക്കേണ്ടതിന് തങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം തന്റെ സഹോദരന്മാർ ചെയ്തുവെങ്കിലും ദർശനം നിവർത്തീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സഹോദരന്മാർ തന്റെ എതിരെ തിരിഞ്ഞത്, തനിക്കെതിരെ പ്രവർത്തിച്ചത് ഒരു ചവിട്ടുപടിയായി യോസഫ് കാണുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ ഇന്ന് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടല്ല. ഇത് ദൈവിക വാഗ്ദത്തത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് തിരിച്ചറിഞ്ഞ് പിറുപിറുക്കാതെ വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറയുവാൻ തുടങ്ങണം. അതെ, ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് സഹോദരന്മാരാൽ വിശ്വസിച്ച വേണ്ടപ്പെട്ടവരാൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടുവെങ്കിൽ നിരാശപ്പെടല്ല. യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്. യേശുവിന് നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന പട്ടണത്തെ ഉണർത്തുവാൻ പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നിന്ദിക്കുന്നവരുടെ മധ്യേ മേശയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ടും കാണാതെയും മുഖം തിരിച്ചു കളഞ്ഞ് അനേകർ കടന്നു പോകുമ്പോൾ ചാരെ വന്ന് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം പ്രിയ ദൈവത്തിലെ നിങ്ങൾ തീർച്ചയായും അനുഭവിക്കും. ദൈവം നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അവിശ്വസിക്കാതെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തുക. ദൈവപ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇന്ന് ഈ ചെറു സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിക്കാമോ? ഈ ദൈവം പ്രവർത്തിക്കുമെന്നൊന്ന് വിശ്വസിക്കാമോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ആ സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഈ ജനം കാണരുത്. വാഗ്ദത്തം ചെയ്ത ദൈവം നിവർത്തിക്കാൻ ശക്തനെന്ന് ഈ ജനം തിരിച്ചറിയണം. ദേശം കാണത്തക്ക വിധത്തിൽ ഇവരെ ഒരു അനുഗ്രഹമാക്കുന്നതിനാൽ നന്ദി. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ തീർച്ചയായും ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നിങ്ങൾ കാണും, നിങ്ങൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.